നമുക്ക് രാഹുലിന്റെ അമ്മയാണിപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. അവർക്ക് പല കാര്യങ്ങളും പറയാനുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. എന്താണ് നടന്നത്? എന്താന്ന് വെച്ചാൽ ഒരു വാക്കുതർക്കം ഉണ്ടായതിന്റെ പേരിലാണ്, ഒരു ഇഷ്യൂ ഉണ്ടാവുന്ന പേരിലാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അതുവരെയും ഇവർ തമ്മിൽ ഒരു പ്രശ്നമോ ഒരു ഇതില്ലാതെ സന്തോഷമായിട്ട് കഴിഞ്ഞു പോയതാണ്. ഇവനെ ചതിച്ചു എന്നുള്ളൊരു പേരുദോഷത്തിലാണ് അവിടെ വാക്കുതർക്കം ഉണ്ടാവുന്നത്. മൂടി വെച്ചിട്ട് നീ എന്നെ ചതിച്ചില്ല, നീ എൻ്റെ കൂടെ നിന്നിട്ട് എൻ്റെ ഭാര്യയല്ലേ, പിന്നെ ഞാൻ പറഞ്ഞാൽ നീ കേൾക്കാത്ത എന്തേ, അങ്ങനെയുള്ളൊരു പ്രശ്നം വാക്കുതർക്കം ഉണ്ടായിട്ടാണ് അവിടെ ഇഷ്യൂ ഉണ്ടായിട്ടാണ് അവിടെ ഉണ്ടായത്. അല്ലാതെ ഞങ്ങൾ സ്ത്രീധനം ചോദിച്ചിട്ട് ഒരിക്കലും ഉണ്ടായൊരു ഇതല്ല. ഞങ്ങൾ അറിയാത്ത തെറ്റാണ് ഇപ്പം ഇത് വന്നത് മുഴുവൻ. സ്ത്രീധനം ചോദിച്ചിട്ടില്ല, പിന്നെ എന്തിന്റെ പേരിലാണ്? എന്താണ് ചതിച്ചു എന്ന് പറയുന്നത്? എന്താണ് സംഭവിച്ചത്? എന്താണ് ഇവർ തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾക്കുള്ള കാരണമെന്ന് നിങ്ങൾ പറയുന്നത് എന്താണ്? ഞാൻ പറയുന്ന കാരണം എന്നാന്ന് ചോദിച്ചാൽ, അന്ന് ഇവർ കല്യാണത്തിന് പോയി, അന്നത്തെ സംഭവം കേട്ടോ. അന്ന് കല്യാണത്തിന് പോയി തിരികെ വന്നിട്ട് ഇവർ ബീച്ചിൽ പോയി വന്നതിന് ശേഷം റൂമിൽ ചെന്നപ്പോഴാണ് ഈ ഫോണിന്റെ ഇഷ്യൂ വരുന്നത്. അന്ന് ലേശം മദ്യവെച്ചിട്ടുണ്ട് രണ്ടാളും. ഫോണിലേക്ക് മെസ്സേജ് വരുന്നു. കാമുകന്റെ 3 കാമുകന്മാരാ മോക്കുള്ളത്. ആ ഫോണിന്റെ ഇഷ്യൂ വരുമ്പോ ഇതെന്താന്ന് ചോദിച്ചപ്പോ മറച്ചു പിടിക്കുകയാണ്, മോനെ വെളിപ്പെടുത്തുന്നില്ല. അവസാനം മോന് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അതിൽ ചാറ്റിംഗ് ആണ്. കാരണം കല്യാണം വരെ കഴിഞ്ഞെന്ന് അവൻ അറിഞ്ഞിട്ടില്ലെന്ന്. രാഹുലിന്റെ മോടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്ന് ചെറുക്കൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇവള് ചാറ്റിംഗ് അതിനകത്ത് വിശുദ്ധ വിവരമുണ്ട്. അതാ പറഞ്ഞ ഫോൺ മേടിച്ച് നിങ്ങൾ പരിശോധിച്ച് നോക്കണം, അതിലറിയാം. അപ്പൊ അച്ഛനും വന്നതിന്റെ അന്ന് ഞങ്ങൾ ചോദിച്ചു. അച്ഛൻ വന്നതിന്റെ അന്ന് ഈ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ മേളിൽ കൊണ്ടുപോയി ചോദിച്ചപ്പോൾ അച്ഛൻ പറയുന്നു 3 പേരുണ്ട് മോക്ക്, അതിലൊന്നും മുസ്ലിങ്ങളാണ്. അത് വന്നപ്പോൾ പറ്റിയില്ല, മുസ്ലിങ്ങളാണ് ഇപ്പോൾ തട്ടുവിട്ടു. പിന്നത്തെ ജാതകം ചേരാത്തത് കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന് വെച്ചു. വീട്ടിൽ ആലോചന വന്നതാന്ന് പറയുന്നത്. അച്ഛൻ തന്നെ ഇവിടുന്ന് സമ്മതിച്ചു ഞങ്ങളോട്. ഞങ്ങൾ നടന്ന കാര്യം ഞങ്ങൾ കള്ളത്തരം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ട ഒരിക്കലും. പക്ഷെ അച്ഛൻ പറയുന്നു 2 പേര് വന്ന് ജാതകം നോക്കിയിട്ട് നടക്കാത്തതിനെ കൊണ്ട് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചാ. പക്ഷെ പിന്നെ മോള് ബന്ധം തുടരുന്നുണ്ടോന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. മോള് ആ ഫോണ് നമ്പർ കട്ട് ചെയ്യുകയോ ഒന്നുമില്ല, ചാറ്റിംഗ് ഉണ്ട് ഇപ്പോഴും. അത് അവൻ പറയുന്നത് വേറെ ഒന്നുമല്ല, എൻ്റെ മോൻ പറയുന്നത് വേറെ ഒന്നുമല്ല. നീ കല്യാണം കഴിച്ചതിന് ശേഷം, അതിന് മുന്നിലത്തെ കളഞ്ഞു, കല്യാണം കഴിഞ്ഞതിന് ശേഷം നീ ഞാൻ പറയുന്നത് കേൾക്കണ്ടേ, എൻ്റെ ഭാര്യയല്ലേ. അപ്പോൾ അത് ഞാൻ പറയുന്നത് കേൾക്കാത്ത എന്തുകൊണ്ട്? അപ്പൊ ഇതിനു മുന്നേ ഒരു ആരോപണം ഇവിടെ വന്നിരിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, എൻ്റെ മോനാ എന്നോട് പറഞ്ഞത്, അമ്മ എനിക്ക് വയ്യാത്തതിനെ കൊണ്ട് എൻ്റെ മോളെ ഇവിടെ നിർത്തിയ. അപ്പൊ എൻ്റെ മോളെയും കുട്ടികളെ ഇവിടുന്ന് മാറ്റണം, എൻ്റെ അമ്മയുണ്ട്, അമ്മേനെ ഇവിടുന്ന് മാറ്റണം, ഞാനും മാറണം, എന്നാലേ ഓള് ഈ വീട്ടിൽ നിൽക്കൂ. രാഹുൽ പോയി കഴിഞ്ഞാല് ഞങ്ങളെ 3 ഇവിടുന്ന് മാറ്റിയാൽ രാഹുലിന്റെ ഭാര്യ എൻ്റെ മരുമോൾ ഇവിടെ നിൽക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എറണാകുളത്ത് തന്നെ, അല്ല തിരുവനന്തപുരത്ത് തന്നെ ജോലി തുടരും. അപ്പൊ രാഹുൽ ചോദിച്ച്, ഇത്രയും ഇവരെല്ലാം നീ വിട്ടേച്ച് ഇവിടെ നിൽക്കുകയോ അല്ലെങ്കിൽ നീ തിരുവനന്തപുരത്ത് പോയി നിൽക്കുകയോ ചെയ്താൽ ഞാൻ എന്ത് വിശ്വസിച്ച് നിർത്തും? ഇപ്പൊ തന്നെ ഞാൻ ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞാൽ കേൾക്കാൻ നീ ഇങ്ങനെ വരുമ്പോഴത്തേന് ഞാൻ ഇല്ലാത്ത സമയത്ത് എങ്ങനെയാണെന്നുള്ളത് ചിന്ത വെച്ചിട്ട് ആ വയലന്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് അവിടെ വന്നത്. അത് വരെയും പ്രശ്നമില്ല. നമ്മളൊരു പ്രശ്നം ഉണ്ടെങ്കിലല്ലേ നമ്മൾ പോയി നോക്കുള്ളൂ. അപ്പൊ പ്രശ്നമില്ല. പക്ഷെ ഈ ഫോണിന്റെ ഇഷ്യൂ ആണ് അവിടെ വന്നല്ല. നമ്മൾ സ്ത്രീധനം ഒരിക്കലും ചോദിച്ചിട്ടില്ല. ഈ ഫോണിന്റെ പ്രശ്നം പറഞ്ഞു രാഹുൽ ഈ കുട്ടിയെ മർദ്ദിച്ചോന്ന് ചോദിച്ചാൽ ബെൽറ്റ് കൊണ്ട് അടിച്ചിട്ടില്ല. ബെൽറ്റ് കൊണ്ട് അടിക്കുമെന്ന് എനിക്ക് ഒരിക്കലും എൻ്റെ മോൻ ചെയ്യുമെന്ന് എനിക്ക് വിചാരിച്ചിട്ടില്ല. കാരണം ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് പറയാനും കഴിയില്ല. പക്ഷെ ചെയ്യൂല, എനിക്ക് ഉറപ്പാണ്. പക്ഷെ അടിക്കാൻ വന്ന സമയത്ത്, അത് കുട്ടീനെ പറയുന്നത്, അടിക്കാൻ വന്ന സമയത്ത് ഇങ്ങനെ തിരിഞ്ഞു വരിക്കാൻ അധികം വീതിയില്ല. നമ്മൾ ചുമരച്ചെന്ന് അടിച്ചെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവര് പറയുന്ന ഫുഡ് ഇങ്ങനെ കൈകൊണ്ട് ഇടിച്ചെന്ന്, അതെനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യുമെന്നൊക്കെ. മൊബൈലിന്റെ വള്ളി കഴുത്തിൽ അമർത്തി പറയാൻ കഴിയുന്നില്ല, ചെയ്തോ ഇല്ലയോ എന്ന് നമ്മൾ കണ്ടിട്ടില്ല. അത് എനിക്ക് പറയാൻ കിട്ടുന്നില്ല. നിങ്ങളൊക്കെ ഇത് കണ്ടിട്ടും, ഈ മർദ്ദിക്കുന്നത് കണ്ടിട്ടും നിങ്ങൾ ആരും തടയുകയോ എതിർക്കുകയോ ചെയ്തില്ല എന്നാണ് കുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. ഒരിക്കലുമല്ല. ഇനി എന്റെ മോളെ, എന്റെ മക്കളെ ആയാലും ആരെന്ത് ചെയ്താലും ഞാൻ നടുക്ക് കയറും. കാരണം അവര് വന്നതിന്റെ അന്ന് എന്റെ കുട്ടീനെ അവർ തല്ലണമെന്ന് അറിഞ്ഞിട്ട് ഞാൻ തടസ്സം നിൽക്കുകയായിരുന്നു. ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്റെ കയ്യിൽ നിന്ന് വന്നൊരു തെറ്റാണ്. അത് ഞാൻ എവിടെ വേണേലും പറയാം. എന്റെ കയ്യിൽ നിന്ന് വന്നൊരു തെറ്റാണ്. ഇത് സംഭവം നടക്കുന്നതോ ഒന്നും ഞങ്ങൾ അറിയുന്നില്ല. പിറ്റേ ദിവസം ഇവര് ഇവിടെ വന്നിരിക്കുമ്പോഴാണ് ഞങ്ങൾ തന്നെ ഈ സംഭവം അറിയുന്നത്, കുട്ടിക്ക് ഇങ്ങനെ പറ്റിയെന്ന്. അതാണ് ഞങ്ങളുടെ തെറ്റ്. അവരൊരു ചോദ്യം ചോദിച്ചു, ഞങ്ങളുടെ കുട്ടി അതിനകത്ത് കിടന്ന് ചത്തു കഴിഞ്ഞാൽ ആരും ഉത്തരവാദിത്തം പറയും, നിങ്ങൾ അറിയുമോന്നെന്നോ ചോദിച്ചു. ശരിയാണ്, ഇവര് തമ്മിൽ കച്ചറയും ബഹളവും ഇല്ല. പിന്നെ നമ്മൾ എന്ത് ശ്രദ്ധിക്കൂ?
ഞങ്ങളുടെ വിചാരം സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ ഇന്ന് റൂമിന് മുട്ടാൻ കഴിയോ? അപ്പൊ ഇവര് പുറത്തും പോയിരിക്കല്ലേ, പുറത്തു പോയി വന്നതിന് ശേഷമാണല്ലോ, അതുവരെ പ്രശ്നമൊന്നുമില്ല. ഈ അമ്മയുമായി അടച്ചിട്ട മുറിയിൽ രാഹുൽ ചില സംസാരങ്ങൾ നടത്തി. ആ സംസാരത്തിന് ശേഷമാണ് ഈ പ്രത്യേക തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായതെന്നാണ് അവർ പറയുന്നത്. ഞാനും മോനും ഓരോ കാര്യങ്ങൾ പറയില്ലേ, അല്ലാതെ സ്ത്രീധനത്തിന്റെ പേരിലല്ല. എന്നോട് പറഞ്ഞു എന്നാന്ന് വെച്ചാൽ അത് ഞാൻ വേണം ഇപ്പൊ വെളിപ്പെടുത്താം. എന്നോട് എന്റെ മോൻ വന്ന് വെളിപ്പെടുത്തിയത് ഇതാണ്: എന്റെ അമ്മേനെ ഇന്നോ നാളെയോ നാട്ടിൽ നിന്നായാലും ആൾക്കാരെ വിളിച്ചിട്ട് കൊണ്ടുപോകണം, പിന്നെ ഇവളെ ഇവിടുന്ന് മാറ്റണം, അമ്മ അടുക്കള കയറി ജോലി ചെയ്യാൻ പറ്റൂല. എന്നോട് പറഞ്ഞതാണ്, എൻ്റെ അമ്മ എന്നെ അടുക്കള കയറി ജോലി ചെയ്യാൻ പറ്റും, അമ്മയ്ക്ക് വയ്യാത്ത അമ്മയാണ്. അടുക്കള കയറി ജോലി ചെയ്ത് കഴിഞ്ഞാൽ കാത്തും പിള്ളേരും പുറത്താണ്, കാത്തൂനും പിള്ളേരെ ഞാൻ പുറത്തു വിടും. അതാണ് എൻ്റെ മോൻ എന്നോട് പറഞ്ഞത്. അല്ലാതെ മരുമകളെ പറ്റി യാതൊരു കാര്യവും പറഞ്ഞിട്ടില്ല, നടന്ന കാര്യമാണ് പറയുന്നത്. ഈ രാഹുലിന്റെ എത്രാമത്തെ വിവാഹം? വിവാഹം ഇത് ഫസ്റ്റ്. ഇതിനു മുമ്പ് വിവാഹം കഴിച്ചു, രജിസ്റ്റർ മാരേജ് അങ്ങനെ വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ. ആ ഡേറ്റിനാണ് ഈ കല്യാണം, ആ ഡേറ്റിനാണ് ഈ കല്യാണം. വേറെ എന്തോ വിവാഹ രജിസ്ട്രേഷൻ കഴിഞ്ഞു, അത് ഞങ്ങൾ നിശ്ചയം കഴിഞ്ഞു. നിശ്ചയം ഞങ്ങൾ കഴിഞ്ഞു. നിശ്ചയം കഴിഞ്ഞപ്പോഴത്തേന് 5-ാം തീയതി പറഞ്ഞ ഡേറ്റിന് തന്നെയാണ് കല്യാണം. അപ്പോഴത്തേന് അവർക്ക് വേണ്ടാന്ന് വെച്ചപ്പോഴത്തേന് ഇവള് പിന്നെ വന്നതിന്റെ കാരണം കൊണ്ട് നമ്മള് ഇത് നടത്തിയെന്നുള്ളതേ ഉള്ളൂ. വിവാഹം മാറിപ്പോവാൻ അതെന്താന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു തവണ നിശ്ചയിച്ചിട്ടുണ്ടോ? രജിസ്റ്റർ ചെയ്ത ഒരു തവണയുള്ളൂ, 2 തവണയുണ്ടോ? ഇല്ല, ഇത് പോലും ചെയ്തിട്ടില്ലല്ലോ. 2 യുവതികൾ പരാതി കൊടുക്കുന്നതാണ്. രണ്ടും കോട്ടയത്തും എറണാകുളത്തും വിവാഹം രജിസ്റ്റർ ആയിട്ടാണ് പരാതി കൊടുക്കുന്നത്. രണ്ടിടത്തായി. ഇല്ല, അത് ഞങ്ങൾക്ക് കൊണ്ടുവരണം. ആ നിയമത്തിന് മുന്നിൽ കൊണ്ടുപോയി അതാരാണെന്നുള്ളത് ഇനി കൊണ്ടുപോയി. ഞങ്ങളുടെ അറിവില്, അതായത് കോട്ടയത്ത് പോയിട്ട് ഞങ്ങൾ നിശ്ചയം കഴിഞ്ഞു, അത് മാത്രമേ ഞങ്ങൾ രജിസ്റ്റർ ഇത് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഇത് പിന്നെ കല്യാണമായിട്ട് കഴിഞ്ഞതാ. അല്ലാതെ വേറൊരു പെൺകുട്ടിയായിട്ട് ബന്ധമോ അല്ലെങ്കിൽ നിശ്ചയം കഴിയലോ കല്യാണം കഴിയലോ ഒന്നും ചെയ്തിട്ടില്ല. അത് തെറ്റായ ആരോപണമാണ്, തെറ്റായ ഇതാണ്. അത് ഞങ്ങൾക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഈ കോട്ടയത്ത് പോയി രജിസ്റ്റർ ചെയ്തു? നിശ്ചയം കഴിഞ്ഞതാ. നിശ്ചയമാണോ? രജിസ്ട്രേഷൻ കഴിഞ്ഞില്ലേ? കഴിഞ്ഞ്. അങ്ങനെ വിവാഹത്തിനും കൊണ്ടുപോകാനുള്ളതിനെ കൊണ്ടാണ് അതങ്ങനെ ചെയ്തത്. അവരൊന്നിച്ചെന്നിട്ട് താമസിക്കുകയൊക്കെ ചെയ്തോ? എവിടെ? അവരുടെ വീട്ടിൽ? അതെവിടെയാണ്? പുറത്താണ്, ബാംഗ്ലൂരൊക്കെ. ബാംഗ്ലൂരിൽ പോയി ഒന്നിച്ച് താമസിച്ചോ? അല്ലെ? അപ്പം വിവാഹം കഴിഞ്ഞാണ്, ആദ്യത്തെ വിവാഹം കഴിഞ്ഞാണ് അല്ലെ? താലിയൊന്നും കെട്ടിയിട്ടില്ല, വിവാഹമായിട്ട് കഴിഞ്ഞിട്ടുമില്ല. അവരൊന്നിച്ച് ബാംഗ്ലൂർ താമസിച്ചിട്ടുണ്ട്. പിന്നെ ഒന്നിച്ച് താമസിച്ചു. അതാണ് അവനതിന് ഷോക്കായി പോയി. ഒന്നിച്ച് ഭാര്യയായിട്ട് അത് അമ്മയ്ക്കറിയാം, അവരുടെ അമ്മയ്ക്കറിയാം കാര്യങ്ങൾ മുഴുവനും. അവിടെ ആങ്ങളൊക്കെയല്ലോ അറിയാത്ത. ഇവരുടെ വീട്ടുകാർക്ക് അറിയാം ഈ ആദ്യത്തെ വിവാഹം കഴിഞ്ഞ അറിയാമായിരുന്നു. ഇപ്പോഴത്തെയോ? അല്ല, ഈ ആദ്യത്തെ കഴിഞ്ഞത് കോട്ടയത്തെ രജിസ്ട്രേഷനും അവരൊന്നിച്ച് ബാംഗ്ലൂർ താമസിച്ചൊക്കെ രണ്ടാമത്തെ അവർക്ക് അറിയാം. ഭാര്യയ്ക്ക് അറിയാൻ മതിയാവും. കാരണം ഓളോടെല്ലാം പറഞ്ഞിട്ടാണ് ഞങ്ങളിത് നടത്തുന്നത്. ഓക്കെ എല്ലാ സംഭവം പറഞ്ഞിട്ട് സമ്മതമാണെന്നാ പറഞ്ഞത്. എന്ത് വന്നാലും ആദ്യത്തെ ഭാര്യ വന്ന് എന്ത് വഴക്കുണ്ടാക്കിയാലും ഞാൻ നേരിടാൻ തയ്യാറാണ്. എനിക്ക് രാഹുലിനേട്ടനെ മാത്രം മതി, ഞാൻ അതിന് സമ്മതമാണെന്നും പറഞ്ഞാണ് പെൺകുട്ടി ഞങ്ങളോട് വരുന്നത്. എന്നോട് എൻ്റെ കാറിൽ വെച്ച് ചോദിച്ചു, ഫസ്റ്റ് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, അമ്മേൻ്റെ മോൻ എനിക്ക് തരുമോ, എനിക്ക് വിട്ടു തരുമോ എന്നാണ് എന്നോട് ചോദിച്ച ചോദ്യം. ഫസ്റ്റ് ഞങ്ങൾ ഇവിടെ എറണാകുളത്ത് പോയി, ഗുരുവായൂർ റൂം എടുക്കുന്നിടത്ത് പോയി കാണാനൊക്കെ പോയപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് നിന്നോളം ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഗുരുവായൂർ വെച്ച് കണ്ട്, പിന്നെ ഗുരുവായൂർ തൃശ്ശൂർ പൂരത്തിന് പോയി. തൃശ്ശൂർ പൂരത്തിന് ഞങ്ങളുടെ കൂടെ ഉണ്ട് ഈ പെൺകുട്ടി. 2 ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ട്, വിവാഹത്തിന് മുന്നേ. കാരണം അച്ഛൻ പറഞ്ഞ് നമുക്ക് ഈ റൂം പോയി നോക്കണം, അവിടെ ഒക്കെ പോയി ബുക്ക് ചെയ്യണം, നമ്മൾ ഫോണിൽ കൂടെ അല്ലേ ഉള്ളൂ. അപ്പൊ അച്ഛൻ വരാമെന്നാ പറഞ്ഞത്. അപ്പൊ അച്ഛന് വരാൻ പറ്റാഞ്ഞിട്ടോ ഇനി എന്താന്നുള്ളത് അത് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ മോള് ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ പോയി പിന്നെ ട്രെയിൻ ഇറങ്ങുന്നിടത്തുനിന്ന് ബുക്ക് ചെയ്ത് ഞങ്ങൾ കൊണ്ടുപോയിട്ട്, പിന്നെ അന്ന് ഞങ്ങൾ പോയത് ഒരു തുണിപ്പീടിയെ കയറി. ഫസ്റ്റ് ഞങ്ങളൊരു തുണിപ്പീടിയെ കയറി തുണിയൊക്കെ നോക്കി ഞങ്ങൾക്ക് പറ്റാതെ വന്നു. പിന്നെ അന്ന് ഞങ്ങൾ രാത്രി ഗുരുവായൂർ തൃശ്ശൂർ പൂരത്തിന്റെ അമ്പലത്തിലാണ് ഞങ്ങൾ ചെലവഴിച്ചത്. കാരണം രാഹുലും മോളും കൂടെ കൈ പിടിച്ച് ഇങ്ങനെ അമ്പലപ്പറമ്പിൽ നടക്കുകയാണ്. ഞങ്ങൾ കാറമേലുണ്ട്. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് പോയി ഇങ്ങനെ പൂരം കാണാൻ. അന്ന് സന്തോഷമായിട്ട് ജോലി അടിച്ച് സന്തോഷമായിട്ട് നടന്ന് ആഹാരമൊക്കെ കഴിച്ച് ഒരുമിച്ച് നടന്നതാ. രാഹുൽ ഇപ്പൊ എവിടെ ഉണ്ട്? പുറത്താണ്, ഇവിടെ തന്നെയുണ്ട്. അവന് ഈ കോഴിക്കോട് വിട്ട് പോയിട്ടില്ല, കോഴിക്കോട് വിട്ട് എവിടെയും പോയിട്ടില്ല, പോകില്ല. അവന് ഇന്നലെ പറഞ്ഞില്ല വക്കീലിനെ കാണാൻ പോയതാണ്. അവനിപ്പോ എനിക്ക് വന്നതിന് ശകലം ഒരു ഇതുള്ള ഒരു എന്താ പറയുന്നത്, മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത്, എല്ലാം നടത്തിയിരിക്കുന്നത്. അത് നമ്മൾ കോടതി കേസ് ഇവിടെ കേസ് കൊടുക്കുമ്പോഴും പറഞ്ഞിരിക്കുന്നത് രാഹുല് പിന്നെ കൂടുതലും
ഇത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് കൂടുതൽ വധക്രമത്തിന് കേസെടുക്കാൻ പറ്റൂല. കാരണം അതിനുള്ള തെറ്റ് ചെയ്തിട്ടില്ല. അതാണ് പോലീസുകാർ നമ്മളോട് നിൽക്കുന്നെന്ന് പറയുന്നത്. പോലീസുകാർക്ക് കാര്യം പോലീസ് നിങ്ങളുമായിട്ട് സൗഹൃദത്തിലാണ് പെരുമാറിയത്. അവരുമായിട്ട് അങ്ങനെയാണല്ലോ ചെയ്തത്. പക്ഷെ അവര് പറയുന്ന അച്ഛൻ പറയുന്നതിന് ഒക്കെ ആരോപണം, അത് തെറ്റായ കാര്യങ്ങളാണ് പറയുന്നത് മുഴുവനും. പോലീസുകാരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഇത് വന്നെന്നോ ഞങ്ങൾ ശ്രീധരൻ ചോദിച്ചെന്നോ അതൊക്കെ തെറ്റ് കാര്യങ്ങളാണ്. അവരുടെ ജയത്തിനാണ് അവർ പറഞ്ഞിടത്തോളം ജയത്തിനാണ്. കുട്ടീനെ അടിച്ചെന്നുള്ളത് പറഞ്ഞ സത്യമാണ്. അതാണ് ഞങ്ങൾ അവിടെ രണ്ടുപേരും കൂടെ വഴക്കുണ്ടായപ്പോൾ അവിടെ സംഭവിച്ചതാണ്. അല്ലാതെ ശ്രീധരത്തിന്റെ പേരിൽ കുട്ടീനെ മർദ്ദിച്ചു. പോലീസുകാർ ഫ്രണ്ടാണോ, ഈ രാഹുലിന്റെ സുഹൃത്തുക്കളാണോ? അല്ലേ, അങ്ങനെ സൗഹൃദം ഉണ്ടെന്നാണ് അവർ പരാതി പറയുന്നത്. അത് ഒരിക്കലും അല്ല. രാഹുൽ പന്തിരങ്കാവിലെ രാഹുൽ ഇവിടെ ഇല്ല. രാഹുൽ ജർമ്മനി കിടക്കുന്ന കുട്ടിയാ. അത് ഇവിടെ വരുമ്പോൾ ഒരു മാസം എന്റെ കൂടെ ആയിരിക്കും ഇവിടെ നിൽക്കുന്നത്. ആ അടുത്ത് പിന്നെ പോലീസുകാരായിട്ട് അവിടെ സഹോദരൻ കൂടെ പഴയ കൂട്ടുകാരെ കൂടെ പഠിച്ചവരങ്ങനൊന്നുമില്ല. ഒറ്റ പോലീസുകാരും ഇല്ല. നിലവിൽ എത്രയായിരുന്നു നിങ്ങൾ സ്ത്രീധനം വാങ്ങിയത്? അതും എനിക്കറിയില്ല. നിങ്ങൾ എത്ര പറഞ്ഞു? ശ്രീധരൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, ശ്രീധരൻ ആവശ്യപ്പെട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ പറയാനാ? ശ്രീധരൻ പിന്നെ ഞാൻ പറഞ്ഞില്ല, അച്ഛന് എല്ലാവരും ബന്ധുക്കാർ ഇവിടെ വന്നു. കുറെ ബന്ധുക്കാർ ഇവിടെ വന്ന് ഇവിടെ ഇരുന്ന് ഞങ്ങൾ വർത്താനം പറഞ്ഞപ്പോൾ ഞങ്ങളോട് ചോദിച്ചു, അമ്മേ ശ്രീധനമായിട്ട് നിങ്ങൾ ചോദിക്കുന്നുണ്ടോ, കുട്ടിക്ക് നിങ്ങൾ എന്താ ചോദിക്കുന്നത്? അപ്പോഴും ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് ശ്രീധനം വേണ്ടെന്നാ പറയുന്നത്. ശ്രീധനം വേണ്ടാന്ന് പറഞ്ഞെടുത്ത് ഇവർ എത്ര തന്നത്, എങ്ങനെയാ തന്നെന്നുള്ളത് എനിക്കറിയാൻ കഴിയൂല മോനെ. ഞാൻ കണ്ടിട്ടില്ല. ഇവര് പോന്നതിന്റെ അന്ന് പറഞ്ഞു കുട്ടിക്ക് കിട്ടിയ പൊന്നു വേണോന്ന് പറഞ്ഞ്. അപ്പൊ ഓളോട് തന്നെ പറഞ്ഞ് ഈ എവിടെ വെച്ചാന്ന് വെച്ചാൽ നീ പോയി എടുത്തു, ഇനി നമ്മളെടുത്ത് മാറ്റിയെന്നും പറയണ്ട, കിട്ടിയില്ലെന്നും പറയണ്ട. ഓള് വെച്ച പൊന്നു ഓള് തന്നെ ഇവിടെ നിന്ന് മേലോട്ട് കയറി പോയി എടുത്തോണ്ട് പോയെന്ന്. അല്ല ഞങ്ങൾ വല്ല എടുത്ത് കൊടുക്കുന്നത്. കാശായിട്ട് വല്ലതും തന്നിരുന്നോ കല്യാണ ചെലവുകൾക്ക്? അങ്ങനെ ഒരു പൈസ തന്നിട്ടില്ല. 2 ലക്ഷം രൂപയാണ് അവർ ഓഡിറ്റോറിയത്തിൽ ചെലവാക്കിയത്. മോൻ 6 ലക്ഷം രൂപയാണ് മോൻ ഓഡിറ്റോറിയത്തിൽ ചെലവാക്കിയത്. മോന്റെ ചെലവിലാണ് ഈ കല്യാണം നടക്കുന്നത്. രാഹുലിന്റെ ചെലവിലാണ്. ഞങ്ങൾ പിന്നെ എന്തിനാ ശ്രീധരൻ ചോദിക്കുന്നത്? അല്ല, രാഹുലിന്റെ ഈ പൈസയൊക്കെ ചെലവായപ്പം കുറെ പൈസ പോയി എന്നൊരു തോന്നലുണ്ടായിരുന്നോ? ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പൈസ നഷ്ടപ്പെട്ടു. പൈസ ഇപ്പോഴും 6 ലക്ഷം രൂപ അവരുടെ ഇതില് നഷ്ടപ്പെട്ടേക്ക് ഞങ്ങൾ കല്യാണത്തിന്. കാരണം കല്യാണത്തിന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ 4 റൂം എടുത്ത്, ഇവർക്കൊരു റൂം നിൽക്കാൻ, ഞങ്ങൾക്കൊന്ന് നിൽക്കാൻ, വേറെ നിങ്ങൾ പോയവർക്ക് നിൽക്കാൻ 4 എണ്ണം ഞങ്ങൾ എടുത്തേക്കുന്നത്. അപ്പം ഓഡിറ്റോറിയം അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ വന്നപ്പോഴത്തേന് ഇവരുടെ കൈ പൈസ ഇല്ലാന്ന്. അതൊന്നും ഞാൻ അറിയുന്നില്ല ഇവർ തമ്മിലുള്ള അച്ഛനും മോനും എന്താന്നുള്ളത്. അപ്പൊ ഇവർ പറഞ്ഞു ഇവരെ 2 ലക്ഷം രൂപകൾ കല്യാണത്തിന് വേണ്ടി 2 ലക്ഷം രൂപകളെന്ന്, ബാക്കി ഇവിടെ എങ്ങനെ കൊടുക്കും പൈസ? ഞാൻ ബില്ല് വേണമെങ്കിൽ ഇപ്പൊ കാണിച്ചു തരാം. ബാക്കി അവിടെ 6 ലക്ഷം രൂപ ചെലവാക്കിയത് എന്റെ മോനാണ്. 6 ലക്ഷം രൂപ നഷ്ടം വന്നത് ഈ കല്യാണം പ്രമാണിച്ച് എന്റെ മോൻ അവിടെ. പിന്നെ ഡ്രസ്സ്, പിന്നെ ഇവിടെ വന്ന് ഞങ്ങൾ പാർട്ടി നടത്തിയത്, ഇതൊക്കെ ഞങ്ങളുടെ ചെലവ്. മോൻ ഒരു 5 വല്ല ഒരു 10 വല്ല 15 വല്ല ഈ കല്യാണം പ്രമാണിച്ച് മോന്റെ കയ്യിൽ നിന്ന് ഇറങ്ങിയ പൈസ. കാരണം അത്രയും ചെലവായിക്കുന്നത്. വണ്ടിക്ക് തന്നെ എത്ര ചെലവായിക്കുന്നത്. ഒരു കാറ് വേണമെന്ന് ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം മോൻ ഇവിടെ അല്ല, മോൻ ജർമ്മനിയിലാണ്. എന്താ ജോലി? എയറോനോട്ടിക്കാണ്. ഓൻ അവിടുത്തെ അംഗീകാരം കിട്ടിയതാണ്. ഓൻ അവിടുത്തെ ആളാണ്. അപ്പൊ ഓൻ ഇവിടെ ഒരു കാർ ഇട്ടിട്ട് ഒരു കാര്യവും ഇല്ല. പിന്നെ ഞാനും എന്റെ മോളും. ഞങ്ങൾക്ക് എന്തിനാ കാറിന്റെ ആവശ്യം? ആ കാർ ചോദിച്ചത് തന്നെ തെറ്റായ കാര്യങ്ങളാണ്. ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം അച്ഛൻ ശ്രീധരൻ ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കാർ വേണമെന്ന് ആവശ്യപ്പെടുക. ഒരിക്കലും ഞങ്ങനെ ആവശ്യമില്ല. ഇപ്പൊ ഞങ്ങൾ എടുത്ത കാർ അതാ കിടക്കുന്നത്. ഓൻ അതിന്റെ ആസ്തിയുണ്ട്, ഓനത് എടുത്തോളൂ. നിങ്ങൾ ആദ്യം ഈ പണം എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് രാഹുലിനൊരു ഇതുണ്ടായോ? അങ്ങനെ പറഞ്ഞത് മണ്ടത്തരമായി പോയി. എനിക്ക് ഞാൻ ജർമ്മനിയിലെ എഞ്ചിനീയറാണ്, കുറച്ചുകൂടെ പണവും സ്വർണവും കാറൊക്കെ കിട്ടാൻ യോഗ്യനാണ്. അവൻ അവിടെ സ്വന്തമായിട്ട് ഇതുപോലും ഉണ്ട്, താമസകാല സ്ഥലമുണ്ട്, സ്വന്തമായിട്ട് അവിടെ അംഗീകരിച്ച. പിന്നെ ഇവൻ എന്തിനാന്ന് ഇവിടുത്തെ കാർ അല്ല ഇവിടുത്തെ സ്വത്ത്. അവൻ പറയുന്നത് ഞാൻ കൊണ്ടുവരുന്ന പെണ്ണ് ഞാൻ സംരക്ഷിക്കും, ഞാൻ നോക്കും. ഇനി നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞാൽ ഓടെ സ്വത്ത് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം. ഞങ്ങളോട് എറണാകുളത്ത് വന്നെന്ന് പറഞ്ഞില്ല, അന്ന് ഇവളിട്ടൊരു ഡ്രസ്സ്, ആ ഡ്രസ്സുമായിട്ടാണ് ഇവിടെ വരുന്നത്. കാരണം അത് ഞങ്ങളുടെ പെട്ടതിനെ കൊണ്ട, ഞങ്ങളും പോയതിനെ കൊണ്ട് ഇവള് കുളിച്ച് മാറ്റിയപ്പോൾ ആ ഡ്രസ്സ് ഇവിടെ വന്നു. അത് കഴിഞ്ഞ് ഈ കല്യാണം മുതൽ, കാരണം തലേദിവസം മഞ്ഞക്കല്യാണം ഉണ്ട്, ആ ഡ്രസ്സ് രാഹുല എടുത്തത്. പിറ്റേ ദിവസം അമ്പലത്തിൽ ഗുരുവായൂർ പോകാനുള്ള ഡ്രസ്സ് ഇവനാ എടുത്തത്. കല്യാണത്തിന്റെ ഇവനെ എടുക്കുന്നത്, ഇവിടെ വന്ന് പാർട്ടിയുടെ ഇവനെ എടുക്കുന്നത്. ഇവർ ഒരൊറ്റ ഡ്രസ്സുമായിട്ട് കുട്ടി കയറി വന്നിട്ടില്ല. പിന്നെ ഇവരെന്ത് കൊടുത്തെന്നാ പറയുന്നത്? ഇവരുടെ കുട്ടിക്ക് ആ 2 ലക്ഷം രൂപ എന്തോ ചെലവായി ഓഡിറ്റോറിയത്തില്. പിന്നെ എന്താ പൊന്ന് കൊടുത്തതെന്ന് എനിക്കറിയില്ല. ഞാൻ ആ പൊന്ന് നോക്കിയിട്ടുമില്ല, അഴിച്ചിട്ടുമില്ല, നോക്കിയില്ല, എനിക്കിട്ട് അറിയില്ല. ഇവര് തമ്മിൽ എങ്ങനെയായിരുന്നു? ഈ സ്നേഹിച്ചാണ് ഇവര് കല്യാണം കഴിച്ചത്? മാട്ടുമണി കണ്ടിട്ട് ഈ രാഹുൽ കുട്ടിയും മാട്ടുമണി എന്നാ പരിചയപ്പെട്ടത്? ആദ്യത്തെ കല്യാണം ഞങ്ങള് പിന്നെ പെണ്ണ് കാണാൻ പോകുന്നത് ഈ ഒരു വണ്ടി എടുത്തിട്ട് ഞങ്ങൾ പോകുന്നത് ഈ കുട്ടീനെ ആദ്യം കാണുന്നത്. അത് കഴിഞ്ഞാണ് കോട്ടയത്തെ കാണുന്നത്. അത് കഴിഞ്ഞ് വേറെ കോട്ടയത്തെയും ഈ പറവൂരിലെ ഒറ്റ ദിവസമാണ് കണ്ടത്. കണ്ടത്
എന്നിട്ട് കോട്ടയത്തെ നിങ്ങൾ നിശ്ചയിക്കുന്നു, കോട്ടയത്ത് നിശ്ചയിക്കുന്നു. രജിസ്ട്രേഷൻ ചെയ്യുന്നു? അല്ല, നിശ്ചയം കഴിഞ്ഞതിന് ശേഷം നിശ്ചയം കഴിഞ്ഞിട്ട് എനിക്ക് അതിനോടായിരുന്നു താല്പര്യം. അങ്ങനല്ല, കണ്ടപ്പോൾ മൊത്തം എന്റെ നാടും അവിടെ തന്നെയാണല്ലോ, കോട്ടയാണ്. അപ്പം പിന്നെ എനിക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് നമ്മളൊരു കാഴ്ചപ്പാടിലുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, മോനെ നമുക്കത് നടത്താം, നമുക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞ്. പിന്നെ അമ്മ ടീച്ചറൊക്കെ ആണല്ലോ, അപ്പം എന്തുകൊണ്ട് നമ്മൾ പോയാലും ഒരു ഇത് വരുമല്ലോ എന്ന് കണ്ടിട്ട്, പിന്നെ കുട്ടി ജർമ്മനിയിലെ ഭാഷ പഠിക്കുന്നുണ്ട്, അപ്പൊ കൊണ്ടുപോകാൻ നമുക്ക് എളുപ്പമാണല്ലോ. നമ്മൾ അതൊക്കെയാണല്ലോ നോക്കുന്നത്. എന്നാന്ന് വെച്ചാൽ ഓൻ ഒറ്റയ്ക്കാണ്, കുഞ്ഞൊറ്റയ്ക്കാണ് അവിടെ. അതായത് നിങ്ങൾ ഒരേ ദിവസം രണ്ടിടത്ത് പെണ്ണ് കാണുന്നു, എറണാകുളത്തും കാണുന്നു, കോട്ടയത്തും കാണുന്നു. എന്നിട്ട് എറണാകുളത്ത് ഇഷ്ടപ്പെടുന്നില്ല, കോട്ടയത്ത് ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെട്ട് ഞങ്ങൾ വാക്ക് പറയുന്നില്ല, ഞങ്ങൾ അവിടെ നിന്ന് പോരുകയാണ്. പിന്നെയാണ് ഞങ്ങൾ വാക്ക് പറഞ്ഞത്. അപ്പൊ അവരോട് ഇങ്ങനെ നോക്കിയപ്പോൾ അവർക്കും താല്പര്യം എന്ന് പറഞ്ഞ് എന്നാൽ നമുക്ക് മുമ്പോട്ട് പോകാന്ന് പറഞ്ഞ് അവൻ പോകുന്ന സമയം കൊണ്ട് ഞങ്ങൾ നിശ്ചയം നടത്തിയിട്ട് പിന്നെ 6 മാസത്തിനാണ് ഞങ്ങൾ ഒഴിഞ്ഞിട്ടിരിക്കുന്നത് കല്യാണത്തിന്. 6 മാസം ഞങ്ങൾ സമയം ചോദിച്ചു, അവരും ചോദിച്ചു, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ കല്യാണത്തിന് വരുമ്പോഴാണ് വരുന്ന 2 ആഴ്ചക്ക് മുന്നെയാണ് സംഭവം അറിയുന്ന, കല്യാണം ഒഴിവായി. ഈ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാണോ ഇപ്പോഴത്തെ ഭാര്യയെ രാഹുൽ പിന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്? അതിന് മുമ്പ് കോണ്ടാക്ട് ചെയ്തിട്ടില്ല? രാഹുലുമായിട്ടില്ല, പക്ഷെ രാഹുലിന്റെ കൂട്ടുകാരുമായിട്ടുണ്ടായിരുന്നു. രാഹുലിന്റെ കൂട്ടുകാരെ മുഴുവനും അങ്ങനെ ഇതയക്കും, അയച്ചിട്ട് പറയും എനിക്ക് രാഹുലിനെ എനിക്കിഷ്ടമാണ്, രാഹുലിനെ എനിക്ക് കാണണം, എനിക്ക് രാഹുലിനെ നിങ്ങളായിട്ട് നടത്തി തരണം, എനിക്ക് രാഹുലിനെ ഒഴിവാക്കാൻ പറ്റൂല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടുകാരറിയാതാണ് ഓള് മറ്റുള്ളവർക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പൊ ഇങ്ങനൊരു മെസ്സേജും ചാറ്റിങ്ങും വന്നതിനെ കൊണ്ട് കൂട്ടുകാർ കാണിച്ചു കൊടുത്തു. ഏതായാലും അത് ഒഴിവായല്ലോ. നീ മാനസിക തെറ്റി നിൽക്കുകയാണല്ലോ. ഇപ്പം കുറെ ആസ്തിലൊക്കെ കിടന്നിട്ടാണ് വന്നത്. ജർമ്മനിയിൽ ആസ്തി കിടക്കാൻ നമ്മൾ ഇവിടാണെങ്കിൽ ഓടി അണിച്ച് പോകും. അവിടെ എന്താ സംഭവിച്ചാൽ ആരാ ഉള്ള ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും ആരും ഉണ്ടാവില്ല. അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ചു വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എന്നാ മോനെ ഏതായാലും അത് ഒഴിവായല്ലോ, അപ്പം മോൻ്റെ ഒരു ഇത് വേണമല്ലോ നമുക്ക് നോക്കാൻ. അങ്ങനെ ഞങ്ങൾ ഇവരിത് പറഞ്ഞ് കുട്ടികളെല്ലാം കാണിച്ച് എല്ലാവരും പറഞ്ഞത് പേരിൽ എല്ലാവർക്കും കൂടെ സമ്മതമായിട്ടാണ് രണ്ടാമത് ഞങ്ങളത് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ 2 ആഴ്ചക്കുള്ളിലാണോ വീണ്ടും ഇത് ഞങ്ങൾ 2 ആഴ്ച കൊണ്ടാണ് ഇത് നടത്തിയിരിക്കുന്നത്. കാരണം അവർ പറഞ്ഞു, നമ്മൾ സ്ത്രീധനം ചോദിക്കുന്നില്ല, കല്യാണ പന്തലിൽ അങ്ങനെ വേണ്ട, ഡ്രസ്സും അങ്ങനെ ചോദിക്കുന്നില്ല. പിന്നെ അപ്പോൾ അവർക്ക് നിസ്സാരമല്ലേ ഉള്ളൂ, ഊടിന്റെ മറ്റുള്ള ചിലവല്ലേ ഉള്ളൂ, അവർക്ക് അവിടെ വരെ വരുന്ന പൈസയുള്ളൂ, ബാക്കി പൈസ ഫുള്ളും. അപ്പം 2 ആഴ്ചക്കുള്ളിലാണ് പിന്നെ ഇവർ അടുപ്പത്തിലായത് അല്ലെ? ഈ സുഹൃത്ത്, അതായത് ആദ്യത്തെ കല്യാണം ഒഴിവായിപ്പോയി, അത് കഴിഞ്ഞപ്പോഴാണ് ഇവർ തമ്മിൽ ഇടപെടുന്നത്. മോളോട് പറഞ്ഞവൻ അച്ഛനോട് ഞാൻ പറഞ്ഞെല്ലാം ശരിയാക്കിക്കോളാം, എനിക്ക് രാഹുലെ ഒഴിവാക്കാൻ പറ്റൂല, രാഹുലെ നമുക്ക് എന്ത് വന്നാലും ഓള് നേരിടാം. പ്രശ്നം മുഴുവൻ അറിഞ്ഞല്ലോ, ഓളിങ്ങനെ എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഓൾക്ക് സമ്മതമാണ്. ആ സമ്മതം കൊണ്ടാണ് ഞങ്ങളിതിന് ഓടെ സമ്മതം അറിഞ്ഞ് എല്ലാവരുടെ സമ്മതം അറിഞ്ഞപ്പോഴാണ് ഇത് സമ്മതിച്ചത്. അച്ഛനും അറിയാം, വേറെ ആർക്കൊക്കെ അറിയാന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ആദ്യത്തെ കല്യാണത്തിന് ഒരിക്കലും ഞങ്ങൾ ചെയ്തിട്ടില്ല, കളവും ഞങ്ങൾ ചെയ്തിട്ടേ ഇല്ല. കളവ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ വഴിക്ക് ഞാൻ എൻ്റെ മോൻ പറഞ്ഞു, ഒന്ന് അടിച്ചാലും വേണ്ടിയില്ല, നേരെ വഴിക്ക് പോകേണ്ട കാര്യം. പക്ഷെ അന്ന് ലേശം പിന്നെ ആദ്യത്തെ ആ കുട്ടി എന്തിനായിരിക്കും പിന്നെ പരാതി ഇപ്പൊ കൊടുത്തിരിക്കുന്നത്? കോട്ടയത്ത് അവർ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസിൽ. എന്ത് പരാതി? ഞങ്ങൾ ആദ്യത്തെ വിവാഹ തട്ടിപ്പ് നടത്തുന്നു. അത് അവര് പറയല്ലേ, പറയാൻ നിൽക്കൂലല്ലോ. പറയാൻ നിൽക്കുവോ? അങ്ങനെ തട്ടിപ്പ് ചെയ്തെന്ന് പറയാൻ നിൽക്കുവോ? ഇപ്പൊ ആരുടെ ഇതിനായാലും നമ്മളിപ്പം നിലനിൽക്കാനല്ലേ നോക്കുള്ളൂ. ഈ പറയുന്ന ഞാനായാലും കള്ളത്തരം പറഞ്ഞ് നിലനിൽക്കാനല്ലേ നോക്കുള്ളൂ. അതാണ് അവിടെ സംഭവിച്ചത്. അല്ലാതെ ഒരിക്കലും എൻ്റെ മോൻ ഒരു പെൺപിള്ളാരെയും ചതിച്ചിട്ട് വിവാഹ തട്ടിപ്പ് ചെയ്യൂല. കാരണം ആരോടും സ്ത്രീധനം ചോദിച്ചിട്ടില്ല, അവരോടും ചോദിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സ്ത്രീധനം ചോദിച്ചാലല്ലേ ഒരു വിവാഹ തട്ടിപ്പെന്ന് പറയാൻ പറ്റുള്ളൂ. ഇവർ രണ്ടുപേരും എന്തായാലും പരസ്പര ധാരണയോടുകൂടി പിരിഞ്ഞതാണ് ആദ്യത്തെ. അതിനോട് നമ്മൾ ഇത്ര സ്ത്രീധനം വേണമെന്ന് ആദ്യത്തിനോട് പറഞ്ഞിട്ടില്ല തട്ടിപ്പെന്ന് പറയാന്. അതൊക്കെ തെറ്റായ ആരോപണമാണ്, തെറ്റായ. കാരണം ഒരാളുടെ നിലനിൽപ്പിന് വേണ്ടി എന്തും പറയാം, ഇപ്പൊ എനിക്കാണെങ്കിലും പറയാം. പക്ഷെ ഞാൻ പറയില്ല. സ്ത്രീധനം ഞങ്ങൾ 2 കൂട്ടരോട് ചോദിച്ചിട്ടില്ല. കാറും അല്ലെങ്കിൽ സ്ത്രീധനമായിട്ടോ അല്ല സ്വത്തോ, കാരണം അവന്റെ പേരിലുള്ള സ്വത്താണിത്. ആ കുട്ടി ഒപ്പിട്ട് തന്നിട്ടുണ്ടായിരുന്നോ ഈ വിവാഹമോചനത്തിനുള്ള? ഈ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ആ കുട്ടിയും രാഹുലോട് ഒന്നിച്ചാണ്? ഞാൻ പറഞ്ഞ രാഹുൽ, ഞാൻ പോയില്ല, എന്നെ കൊണ്ട് പോകാൻ കഴിയാത്തതിനെ കൊണ്ട് ഞാൻ പോയില്ല, ഇട്ട് തന്ന് എല്ലാം കോടതി കൊടുത്തേക്കെന്ന് പറഞ്ഞ പേപ്പർ. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഈ വധശ്രമം അടക്കമുള്ള കുറ്റങ്ങളുണ്ട്, സ്ത്രീധന നിരോധനം. വധശ്രമം ഒരിക്കലും എന്റെ കുഞ്ഞ് ചെയ്തിട്ടില്ല, ആരും ചതിച്ചിട്ടുമില്ല, വധശ്രമം ചെയ്തിട്ടില്ല, സ്ത്രീധനത്തിന്റെ പേരിൽ ആരെ വീടുപെടുത്തിയിട്ടുമില്ല. അതിന്റെ ആവശ്യമില്ല. കുഞ്ഞിന്റെ പേരിലുള്ള സ്ഥലവും വീടാണ്. കുഞ്ഞിന് ജർമ്മനിയിലാണ്, അവൻ അവിടെ ഉണ്ട്. പിന്നെ അവൻ എന്തിന് സ്ത്രീധനം ചോദിക്കാനാ? അവന്റെ ആവശ്യമില്ല. ഇത് എനിക്ക് വേണ്ടിയുള്ളതാണ്, അവന്റെ പേരിലാണല്ലോ എനിക്ക് വേണ്ടിയുള്ളതാണ്. അതാണ് അവന് താങ്ങാൻ വയ്യാന്ന്. എന്റെ അമ്മേനെ പറഞ്ഞു വിട്ടിട്ടാ ഇവിടെ നിൽക്കാൻ കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങോട്ട് പോകും? എനിക്ക് ഭർത്താവില്ലാത്ത ഒരാളാണ്. മറ്റൊരു കാര്യമല്ലേ, ഈ ചാറ്റുകൾ കാരണം ബുദ്ധിമുട്ടാണല്ലോ. ഒരു പ്രശ്നമല്ല. സ്ത്രീധനം ചോദിച്ചിട്ട് ഒരിക്കലും ആ കുട്ടീനെ ഞങ്ങൾ വേദനിപ്പിച്ചിട്ടില്ല, ഒരിക്കലും ചെയ്യൂല. അതാ ഞങ്ങൾ പറഞ്ഞു, ഈ നിയമത്തിന്റെ മുമ്പിൽ
കൊണ്ടുവരാന്നുള്ളത്. അവിടെ ഫോൺ ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യുക. ആള് നിങ്ങൾ അതിന്റെ ഫോട്ടോ വല്ലോ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഈ രാഹുൽ ഈ ചാറ്റുകൾ വല്ലോ ഫോട്ടോ എടുക്കുമല്ലോ? ഒന്നും വെച്ചിട്ടില്ല. അതാണ് ഞങ്ങളുടെ തെളിവില്ല. ഞങ്ങളുടെ ഞങ്ങൾ പറയുന്നല്ലേ നിങ്ങൾക്കും അറിയുള്ളൂ. ഞങ്ങളുടെ തെളിവില്ലാതായിപ്പോയിരിക്കുന്നു. അതാണ് ഞങ്ങളുടെ വന്നത് കുറ്റം. അതിന് ആങ്ങളക്കൊച്ചൻ വന്ന് ഇവിടെ കുറെ അക്രമം കാണിച്ചെന്ന്. ഇതാ ആ സാമ്പൊക്കെ പൊട്ടിച്ചിട്ടാ പോയിക്കുന്നത്. ഇവിടെ നീ മേശ എടുത്ത് ഒരൊറ്റ അടി ഇത് കുലുങ്ങുന്നല്ലോ. അത് അവിടെ പോയി അടിച്ചത് പൊട്ടിയിരിക്കുന്നത്. ഇവിടെ ഞാൻ മറിഞ്ഞു പോണു ഇവിടെ കിടന്ന്. അങ്ങനെ കുറെ അക്രമം കാണിച്ചു. ഇവിടുന്ന് അങ്ങോട്ടെല്ലാം ബേക്കറി സാധനം പ്ലേറ്റും പാത്രം ഇരിക്കായിരുന്നു. ആ മേശ ഉൾപ്പെടെ തട്ടിത്തെറിപ്പിച്ച് എടുത്ത് അടിച്ചു കളഞ്ഞ് ടിവിയുടെ സ്റ്റാൻഡൊക്കെ പൊട്ടിയിരിക്കുന്നു. ഭയങ്കര നാശം ഇവിടെ കാണിച്ചു. വയലന്റ് അയക്കുന്ന ആള്. അതിപ്പോ ആരായാലും ആങ്ങളമാര് വയലന്റ് ആയി പോകില്ലേ? പെങ്ങൾക്ക് ഇത്ര പരുക്കുകൾ പറ്റി കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ ശരിയാണ്. ഞങ്ങൾ അതിനൊന്നും പറഞ്ഞില്ല. ചെയ്യൂ. കാരണം ഈ പറയുന്ന എന്റെ ഒരു മോളെ കൊടുത്താലും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ചെയ്യൂ. പക്ഷെ ഞങ്ങൾ അറിഞ്ഞിട്ട് ചെന്നില്ല എന്ന് പറയുന്നത് ആ തെറ്റായ ആരോപണമാണ്. ഞങ്ങൾ ഈ റൂമിലാണ്, അവൻ ഈ റൂമിലാണ്. അവിടുന്ന് എന്ത് സംഭവം കേട്ടാലും ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും അറിയില്ല. പിന്നെ AC ഇടുന്നുണ്ട്. ഓള് അലറി വിളിച്ച് കൂവിയെന്ന് പറയുന്നതും ഞങ്ങൾ കേട്ടിട്ടില്ല. പിന്നെ ഇതിലെ കയർച്ചെന്നു പറഞ്ഞതും തെറ്റായ കാര്യങ്ങളാണ്. തെറ്റാണ്. പിന്നെ ഞങ്ങൾ അറിഞ്ഞിട്ടും ചെന്ന് തടഞ്ഞില്ല എന്ന് പറയുന്നത് അതും വെറുതെയാണ്. ഓള് ഇതിനു മുന്നേ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം മോള് ഞങ്ങളോട് സ്നേഹം ഉണ്ടല്ലേ, ഞങ്ങളോട് ഇതുണ്ടെങ്കിൽ, ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന ഒരാളാണെങ്കിൽ ഇതിനു മുന്നേ ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ മോൾ എന്തുകൊണ്ട് മറച്ചു വെച്ച്, മോൾ എന്തുകൊണ്ട് പറയാഞ്ഞ്? ഈ പറയുന്ന അല്ല, ഞാനൊരു കുറ്റം ഇത് പറയല്ല. ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മോൾ എന്നോട് പറയണം. അങ്ങനെ ഒരു തെറ്റ് അവരുടെ കയ്യിൽ നിന്നില്ല. അവര് നല്ല ഇതിലാണ് ജീവിക്കുന്നത്. നല്ല ഞങ്ങൾ കാണുമ്പോഴൊക്കെ പറഞ്ഞില്ല, കൈ പിടിച്ച് കോർത്താണ് ഇവിടെ ചായ കുടിക്കാൻ വരുന്നത്, ചോറിനാൻ വരുന്നത്, പുറത്തു പോകുന്നത്, സാധനം വാങ്ങി കൊണ്ടുപോകുന്നു. അവർക്ക് വേണ്ടിയതൊക്കെ വാങ്ങിക്കൊടുത്ത് ഈ 7 ദിവസം കൊണ്ട് 5 ജോഡി ചെരുപ്പ് തന്നെ വാങ്ങി. കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? 7 ദിവസം. അതിനോടൊപ്പം ഇവനോട് എത്ര രൂപ അവിടെ ചെലവാക്കാതെ ഇവിടെ വന്നിട്ട് എത്ര രൂപ ഇവിടെ ചെലവാക്കിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ ഇവര് പറഞ്ഞില്ല, മന്ത്രകോടി വെക്കുമ്പോ ഇവര് പൊന്നു കൊടുക്കണം എന്ന് പറഞ്ഞു. ഒരു കോയിന് ഞങ്ങൾ വെച്ചു കൊടുത്ത്, അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഇവിടെ കയ്യിലൊരു മോതിരം ഇട്ട് കൊടുത്ത്, അത് കിട്ടിയിട്ടില്ല. ഈ 6 ലക്ഷം രൂപ ഞങ്ങൾ പന്തലി ചെലവാക്കി, അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇതൊക്കെ ഞങ്ങളുടെ കയ്യിൽ നഷ്ടമാണ് വരുന്നത്. പിന്നെ ഇവരെന്ത് കാരണം കൊണ്ട് ഞങ്ങൾ സ്ത്രീധനം ചോദിച്ചിട്ട് ഓളെ മാത്രം ഇത് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അത് തെറ്റായ ആരോപണമാണ്. അത് ഞങ്ങളുടെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. നിങ്ങൾ ആദ്യം നോക്കട്ടെ എന്നാന്ന് വെച്ചാൽ ഓളെ ആദ്യം നല്ലോണം ഓള് നിലനിൽക്കാനായിട്ട് പല കള്ളത്തരം പറഞ്ഞിരിക്കുന്നില്ല. ഇന്നലെ ഞങ്ങൾ TV കാണാനില്ലെങ്കിൽ ഞങ്ങൾ മൊബൈലിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഓളെ ആദ്യം ഞങ്ങൾ കേൾക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോവാ. ഓളെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഞങ്ങളോട് പറഞ്ഞു, നേരിട്ട് നിങ്ങൾ നോക്കട്ടെ എന്താ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ എന്താ പറഞ്ഞെന്ന് നോക്കട്ടെ. ഓള് കള്ളത്തരം പറഞ്ഞിട്ട് കുഴപ്പമില്ല. ഞാൻ ഏത് കോടതിയുടെ മുമ്പിൽ ഈ പറയുന്ന അല്ലാതെ എനിക്കൊന്നും മാറ്റി പറയാനില്ല. ഇത് സത്യം തന്നെയാണ്. ഓൻ ചെയ്തില്ലെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റൂല. ബെൽറ്റ് കൊണ്ട് അടിച്ചത് ഞാൻ കണ്ടിട്ടില്ല. ബെൽറ്റ് കൊണ്ട് അടിക്കൂല്ല. അടിച്ചിട്ടുണ്ട്. ബെൽറ്റ് കൊണ്ട് അടിച്ചില്ല, അല്ലാതെ കൈ കൊണ്ട് അടിച്ചു. കൈ കൊണ്ട് അടിച്ചാണ്. കൈ കൊണ്ട് കൊടുത്തെന്ന് തന്നെ പറയുന്നുണ്ടല്ലോ. കൈ കൊണ്ട് കൊടുത്തെന്ന് തന്നെ പറയുന്നുണ്ടല്ലോ. സ്റ്റേഷനിലും പറഞ്ഞല്ലോ, പോലീസുകാരോടും പറഞ്ഞിരിക്കുന്നത്. തെറ്റ് അവൻ എന്താ ചെയ്തെന്നുള്ളത് പോലീസുകാരോട് തെളിവ് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ ഇവരാണല്ലോ പോയത്. അവിടെ പോലീസുകാരും പറഞ്ഞു. നിങ്ങളോട് പറഞ്ഞു എന്തൊക്കെ? രാഹുൽ ഇവര് തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോ എന്തൊക്കെ ചെയ്തെന്നാണ് നിങ്ങളോട് പറഞ്ഞത്? അടിച്ചെന്നാ പറഞ്ഞു. അമ്മ ഞാൻ നെറ്റിക്കിട്ട് അടിച്ചതല്ല, അടിക്കാൻ ചെന്നപ്പോ ഇങ്ങനെ കൈ ഓങ്ങി ചെന്നപ്പോഴത്തേനും ഇങ്ങനെ കുഞ്ഞ് തിരിഞ്ഞപ്പം ചുമരെ പോയി അടിച്ചെന്നാ പറഞ്ഞത്. പിന്നെ അല്ലാതെ ഞാൻ അടിച്ചെന്ന് പറയുന്നുണ്ട്. അല്ല ബെൽറ്റ് കൊണ്ടൊന്നും അടിച്ച കഥ പറഞ്ഞു. കൈ കൊണ്ട് അടിച്ചു. അത് സ്റ്റേഷനും പറഞ്ഞിട്ടുണ്ട്. ആ കുറ്റം അവൻ പറഞ്ഞിരിക്കുന്നു. അവൻ ചെയ്തത് അവൻ പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ മൂടി വെച്ചിട്ട് ഒരു നീതിയും വേണ്ട. അപ്പം ഇനിയിപ്പം നിയമ നടപടികളാണ് അല്ലെ? മുൻകൂർ ജാമ്യം, കോടതിയെ സമീപിക്കുക, അങ്ങനെയുള്ള നിലപാടുകളുമായിട്ടാണ് രാഹുൽ അതിന്റെ പുറകെയാണ്. അതിന്റെ പുറകെയാണ്. എന്നാണ് ഇപ്പൊ വീട്ടിലെന്നാണ് ഇപ്പൊ ലാസ്റ്റ് വന്നത് രാഹുൽ? ഇതുവരെ ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ വരെ വീട്ടിലോട്ട് മാറിയിട്ടില്ല, പോയിട്ടില്ല, ഒന്നുമില്ല. ഇന്നലെ ഈ വധശ്രമത്തിന്റെ കേസൊക്കെ വന്നപ്പോഴാണോ മാറിയത്? അവൻ ഫോൺ കാണുന്നത്. TV വെക്കുന്നില്ലല്ലോ. TV ഒക്കെ ഇതായി പോയില്ലേ. ഞങ്ങൾക്ക് TVയിലൊന്നും കാണാൻ കഴിയില്ല. ഒരു ഫോണോ അല്ല ഇതൊന്നും കാണുന്നേ ഇല്ല അവന്. എറിഞ്ഞ വഴിക്ക് റിമോട്ട് കേടായി പോയിക്കുന്നത്. അങ്ങനത്തെ റിമോട്ട്, അത് നന്നാക്കാൻ പറ്റുന്നല്ല. ഞങ്ങൾക്ക് TV കാണാൻ പറ്റില്ല. ഞങ്ങൾ ഈ മൊബൈലിലാണ് ഇപ്പൊ കാണുന്നത്. അതുകൊണ്ട് അതൊന്നും കാഴ്ചയൊന്നുമില്ല. നിങ്ങളിപ്പോ ഇതൊന്നും അറിയുന്നില്ലായിരുന്നു? ഒന്നും അറിയുന്നില്ല, സംഭവം ഒന്നും അറിയുന്നില്ല. പോലീസ് സ്റ്റേഷൻ തോളെ കൈയിട്ടൊക്കെ പോയെന്ന് ആണ്. ഇവിടുന്ന്
പോകുമ്പോൾ തന്നെ രണ്ടാളും കൂടെ കെട്ടിപ്പിടിച്ചിട്ട് എങ്ങനെ പറയാതിരിക്കുന്നത്? എനിക്ക് അമ്മയല്ലേ, റൂമിൽ നിന്നുള്ളിൽ കെട്ടിപ്പിടിച്ചിട്ട് എന്താ പറഞ്ഞ ഉമ്മയൊക്കെ വെച്ചിട്ടാണ് അവരിറങ്ങുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പോയി മുറ്റത്തും പോയിട്ട് അങ്ങനെ തന്നെ. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇവർക്ക് പിരിയാൻ കഴിയുന്നില്ല. മടിയിലിരിക്കുക, പോലീസ് സ്റ്റേഷനിൽ പോയിട്ടും മടിയിലിരിക്കുക. ബന്ധം വേർപെടുത്തുന്നു ചോദിക്കും, വേണ്ടാന്ന് അറിയിക്കും, വേണമെന്നാ പറയുന്നത്. അമ്മ ചാകും എന്ന് പറഞ്ഞതിന്റെ ഒറ്റ പേരിലാണ് ഇത് ഊരി കൊടുക്കുന്നത്, താലി കൊടുക്കുന്നത്.